കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ നാഗദേവതേ, എന്റെ അനിയന്റെ ആഗ്രഹമായിരുന്നു അർജുനെയും ഭവാനിയെയും കല്യാണം കഴിപ്പിക്കണമെന്ന്. ആ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ ഞങ്ങളെയൊക്കെ വിട്ടിട്ടവൻ പോയി. എന്റെ അനിയന്റെ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അർജുനെയും ഭവാനിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ സുപ്രധാന തീരുമാനം എടുത്തതിന് ശേഷം ഇതുവരെ 2 വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ, ഒരു തടസ്സവും ഉണ്ടാകാതെ അവരുടെ കല്യാണം നന്നായിട്ട് നടക്കും. അതിനായിട്ടാണ് ഇവരോടൊപ്പം ഇവരുടെ ജാതകവും ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങളെ അനുഗ്രഹിച്ചാലും അമ്മേ. ഭവാനി, നിന്റെ ജാതകം എടുത്ത പുറ്റിന്മേൽ വെക്കുമോളെ. അമ്മ, ഇത് എൻ്റെ ജാതകമാണ്. ദേവി, അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി ഈ കല്യാണം നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് നല്ലതിന് വേണ്ടിയാണോ അതോ അപശകുനമാണോ? ഇത് എന്ത് ശകുനമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കേണ്ടതല്ലേ? അവിടുന്നാണ് ഞങ്ങളുടെ കുലദൈവം അമ്മേ. അവിടുത്തെ അനുഗ്രഹമില്ലാതെ ഒന്നും നന്നായി നടക്കില്ല. ഇപ്പോ നടന്നത് അപശകുനമാകാൻ പാടില്ല. ഇവരുടെ കല്യാണത്തിന് ആശീർവാദം കൊടുക്കൂ അമ്മേ. എനിക്കറിവായ നാള് തൊട്ടേ എന്റെ മുത്തശ്ശിയും എന്റെ അച്ഛനും എന്ത് കഷ്ടം വന്നാലും അവിടുന്ന് രക്ഷിച്ചോളൂന്ന് പറയുമായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് അവരെനിക്ക് ധൈര്യം തന്നു. ആ ധൈര്യം ഇപ്പൊ അമ്മയെ എനിക്ക് തരേണ്ടത്. അർജുനെ ഞാൻ കല്യാണം കഴിച്ചാൽ മാത്രമേ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ ഞാനും എന്റെ കുടുംബവും സന്തോഷമായിരിക്കൂ. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാലോ അമ്മേ? എന്റെ ജീവൻ രക്ഷിച്ച ഭവാനിയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. എന്റെ ജീവൻ രക്ഷിച്ച ഭവാനിയുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ പ്രഭുവിന് വാക്കുകൊടുത്തു. ആ കടമ നിറവേറ്റണമെങ്കിൽ ഭവാനി വിഷമിക്കാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ പ്രഭുവിനെ വധിച്ചവനുള്ള ശിക്ഷ കൊടുക്കുന്നത് പിന്നീടാവാം. അതിനു മുന്നേ
ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ഭവാനിയെ സംരക്ഷിക്കണം. ഭവാനി, അന്ന് നീ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നാഗദേവത വന്ന് ഇയാളുടെ ഏട്ടത്തിയുടെ നെറ്റിയിൽ പൊട്ടുവെച്ചത്. അതുപോലെ ഇപ്പോഴും തന്റെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. ഭവാനി, നാഗദേവത നിന്റെ പ്രാർത്ഥന കേട്ട് അത് നിറവേറ്റി തന്നു മോളെ. അമ്മയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് നീ ഇനി ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്രശ്നം ഉണ്ടാകാതെ എല്ലാം മംഗളാവും. നിന്നിൽ അർപ്പിച്ച വിശ്വാസം സത്യമാണെന്ന് അവിടുന്ന് തെളിയിച്ചു അമ്മേ. അവിടുത്തെ ശക്തി സത്യം
നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ മരിച്ചിട്ടില്ല. ഓക്കെ, എന്റെ സ്വന്തം അമ്മാവൻ വീരഭദ്രനും ഏതോ ഒരു സ്ത്രീയും ചേർന്ന് എന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയ്യോ ഏട്ടാ, വേണ്ട, വേണ്ട, വേണ്ട. അവരെ വഴിയാധാരമാക്കാന്ന് പറഞ്ഞിട്ട് നമ്മളാ ഇപ്പൊ വഴിയാധാരമായത്. അതും പോരാഞ്ഞിട്ടായിരിക്കും ഈ പട്ടാ പകല് മാനത്തോട്ട് നോക്കി ഇങ്ങനെ കിടക്കുന്നേ. നിങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ എന്റെ തലയിലെടുത്ത് മാറൂന്ന് പറഞ്ഞോണ്ടാ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് കുടുംബ വീട്ടിൽ കയറി പിച്ച തണ്ടുന്നതല്ലാതെ എന്റെ തലയിലെഴുത്തിന് ഒരു മാറ്റമില്ല. നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ ജീവിതം ഇപ്പൊ തൊലഞ്ഞുപോയി. എന്തോന്നാടി ഇങ്ങനെ? നിങ്ങക്ക് കഴിവില്ലെന്ന് തന്നെയാ പറഞ്ഞു വരുന്നേ. എന്താടി കിടന്ന് ചിലക്കുന്നേ? എന്താ ഇപ്പൊ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. എന്റെ ചേട്ടൻ ചത്തോയാ നിങ്ങൾ ഈ നാടിന്റെ മഹാരാജാവ്, ഞാൻ ഈ നാടിന്റെ മഹാറാണി, നമ്മുടെ മോൻ യുവരാജാവ് എന്നൊക്കെ പറയുന്ന കേട്ടു. റാണിയാക്കാന്ന് പറഞ്ഞിട്ട് ദേ ഈ പൊട്ട വീട്ടിലാക്കിയിരിക്കുവാ. എന്റെ ചേട്ടന്റെ സ്വത്ത് മുഴുവനും കൈക്കലാക്കാന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതിരിക്കുക. ഇത് നിങ്ങളുടെ അഹങ്കാരമെന്നല്ലാതെ എന്താ പറയാ? നിങ്ങളെ വാക്കിനെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും പാവയെ പോലെ തലയാട്ടി സമ്മതിച്ചതിനും എനിക്കും എന്റെ മകനും കിട്ടിയ സമ്മാനമാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്. അവസാന നിമിഷം നിന്റെ അളിയന്റെ മോ ആദിത്യം വരാതിരുന്നൊക്കെയുണ്ടല്ലോ, ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെ അവൻ വന്നില്ലെങ്കിൽ ആ അർജുൻ വരും. നിങ്ങൾ ചുമ്മാ സംസാരിക്കാതെ ഞങ്ങളെ ഒന്ന് പ്രവർത്തിച്ചു കാണിക്ക. ആദ്യം ഓരോന്ന് ആലോചിച്ച് തീരുമാനിക്കാതെ എടുത്തു ചാടിയാലേ ഇതും ഇതിനപ്പുറവും നടക്കും. അച്ഛാ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്ന അച്ഛാ. വിശക്കുന്നോടാ. മട്ടൻ ബിരിയാണി വേണോ മോന് ചിക്കൻ ബിരിയാണി വേണോടാ? അയ്യോ, നാണല്ലേടാ നിനക്ക്? എന്റെ മോനെ എന്തിനാ നിങ്ങൾ അടിച്ചത്? പിന്നെ അടിക്കാതെ നിന്നെ മാനെ പിടിച്ച് മടിയിരുത്തിയിട്ട് ആകാശത്തെ നിലാവിനെ കാണിച്ചിട്ട് താരാട്ടണോ ഞാൻ? കാള പോലെ വളർന്നു നിൽക്കുന്നു. ഉണ്ണണം ഉറങ്ങണമെന്നല്ലാതെ വേറെ എന്ത് കാര്യം അവനെ അറിയാന്നുള്ളത്? സാധാരണ ആമ്പിള്ളേർക്ക് എങ്ങനെയാണോ? ഇവനൊരാണായിരുന്നെങ്കിൽ ആ ഭവാനിയെ പ്രേമിച്ച് വിളിച്ചിറക്കൊണ്ട് കല്യാണം കഴിച്ച് എന്റെ പേര് കാത്തേനവൻ. ആ കഴിവ് അവനില്ലാത്തോണ്ടാണ് എവളെ അവനെയും കൂടെ കല്യാണം കഴിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചത്. അതുകൊണ്ടെന്താ നടുറോട്ടിലായിപ്പോ. കല്യാണം കഴിപ്പിച്ചെന്നൊരു പെണ്ണിനെ നോക്കാന്നുള്ളതല്ലാതെ ഒരു പെണ്ണിനെ പ്രേമിച്ച് വശത്താക്കാനുള്ള കഴിവ് നിനക്കില്ല അല്ലടാ? തലതിരിഞ്ഞ മന്ദബുദ്ധി. അമ്മ, അച്ഛനെ വഴക്കൂറെന്ന് കേട്ടോ അമ്മ? അങ്ങേര് പറഞ്ഞത് സത്യം തന്നെടാ. വെറുതെ കൈ കിട്ടുന്നതൊക്കെ വാടി തിന്നിട്ട് ശരീരം മാത്രം നോക്കിയാ പോരാ, വെളിവ് കൂടി വേണം. ആ ഭവാനി അവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആസ്തി മൊത്തം നമുക്ക് വന്ന് ചേർന്നിട്ട് ഞാൻ ഈ നാട്ടിലെ രാജാവായി നടന്നേനെ. അവസാന നിമിഷം ആ ആദിത്യം കയറി വന്ന് എല്ലാം കുളമാക്കിയത് കൊണ്ടാ എന്റെ പ്ലാൻ മുഴുവൻ തലകയായി മറിഞ്ഞ് നശിച്ചത്. അവനെ ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. ആ, ഇങ്ങനെ കണ്ണുരുട്ടി കാണിച്ച് വലിയ ആളായി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഒന്നും നടക്കാനും പോകുന്നില്ല. അവിടെ ചേച്ചി മുഴുവൻ കുടുംബത്തോടൊപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ മോനെ കൊണ്ട് ഭവാനിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്ലാൻ നശിച്ചു പോയെന്ന് കരുതി ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? എന്ത് സംഭവിച്ചാലും ശരി, ആ അർജുനെ കൊണ്ട് ഭവാനിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഒന്നും നടക്കില്ല. മരുമകളായിട്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന അത് വല്ല ഐശ്വര്യവും. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക ഞങ്ങള്. നിന്റെ ഭർത്താവ് കാരണമാണ് എന്റെ മകൻ
മകൻ മരിച്ചു പോയത്. അതുകൊണ്ട് ഞാൻ എത്രമാത്രം വേദനിച്ചു എന്നറിയുമോ? ഞാൻ ഇവിടേക്ക് വന്നത് നീ പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയല്ല, നിന്റെ മകനെ കൊല്ലുന്നതിനായിട്ടാണ് വന്നത്. മോളെ ശകുന്തളെ, പൂജ പൂർത്തിയായി മോളെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പച്ചി വാ നമുക്ക് പോവാം. നിങ്ങൾ എല്ലാരും പൊയ്ക്കോളൂ, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. അമ്മ അമ്മ മാത്രം ഇവിടെ തനിച്ചിരുന്ന് എന്ത് ചെയ്യാൻ പോവാ? വാ നമുക്ക് പോ. എനിക്ക് കുറച്ചു നേരം കൂടി സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പൂജ കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ പൊയ്ക്കോളൂ. ശരി മോളെ, വാ നമുക്ക് പോകാം. എല്ലാരും വന്നോളൂ. ശരി അമ്മ, പെട്ടെന്ന് വന്നേക്കണേ. ശരി മോനെ. ചേച്ചി, ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ മാഡം. പോ. നീ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ വിളിച്ചോളാം. ചേച്ചി എന്തെങ്ങനെ ആലോചിക്കുന്നേ? വാ പോവാം. എടാ അമ്മ ഇവിടെ ഇരിക്കല്ലേ? അമ്മ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് വരാന്നാ പറയുന്നേ. ചേച്ചി വാ നമുക്ക് പോവാം. ശരി വാ വാ. ആ വരാം, നീ നടക്ക. അമ്മേ നാഗദേവതേ, എനിക്ക് പുത്രദുഃഖം നൽകുമെന്ന് പറഞ്ഞിട്ട് അന്ന് എന്റെ മകനെ കൊല്ലാൻ വന്നു. എന്റെ മകനെ കൊന്ന് എന്നെ വേദനിപ്പിക്കുന്നത് ന്യായമാണോ അമ്മേ? ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അവരെന്നെ വിട്ടുപോയി കഴിഞ്ഞാ ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ? നിന്റെ തീരുമാനം മാറ്റുന്നത് വരെയും ഞാൻ ഈ ക്ഷേത്രം വിട്ട് പോവില്ല അമ്മേ. എന്റെ മകന്റെ ജീവൻ ഭിക്ഷയായി തരൂ അമ്മേ. നിന്റെ മുത്തശ്ശന്റെ മരണത്തെപ്പറ്റി അന്ന് നീ എന്തോ പറയാമെന്നല്ലേ? നീ എന്താ ശരിക്കും പറയാമെന്ന്? അന്ന് നിനക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ട് നീ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ പറ്റും. അന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം നിനക്ക് പറഞ്ഞൂടെ ബുജി? ബുജി, ആ സമയത്ത് നീ വീരഭദ്രനെ പേടിയോടെ നോക്കുന്നതും ഞാൻ കണ്ടതാ. അയാളെ ചൂണ്ടിക്കാണിച്ചോണ്ട് നീ എന്തോ പറയാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡാ, എന്താ നടന്നെന്ന് പറയടാ. നീ എന്താ കണ്ടേ? നീ എന്ന് പറയാനായിട്ട് വന്ന കാര്യം എന്താ? നിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ വീരഭദ്രനെ നോക്കി നീ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ മുത്തശ്ശന്റെ മരണത്തിനും ആ വീരഭദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ ആരെയും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാനില്ലേ ഇവിടെ. എന്താ നടന്നതെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ നീ. പറ ബുജി. ഒന്നുമില്ല. എടാ, നീ കള്ളം പറയുവാണെന്ന് നിന്നെ കണ്ടാലേ മനസ്സിലാവുന്നുണ്ട്. നീ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ ധൈര്യമായിട്ടിരിക്കേ. ശരിക്കും എന്താ സംഭവിച്ചേ? ഒന്നുമില്ല അങ്കിൾ. അർജുൻ, ഇവിടെ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ? അന്ന് അമ്മാവന്റെ ഫോട്ടോ കാണിച്ചിട്ട്
ബുജി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല. പറയൂ ബുജി, അന്ന് എന്താ നടന്നത്? ഒന്നുമില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല. ആ, ബുജി. ദാ, ബുജി. ഇയാളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവൻ എന്തോ ഒരു കാര്യം അറിയാം. ആരെയോ പേടിച്ച് എല്ലാ കാര്യങ്ങളും ഇവൻ നമ്മളെ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറയേണ്ടതായിരുന്നല്ലോ. അവന് മുത്തശ്ശൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അവന്റെ അമ്മയെക്കാളും എന്റെ അച്ഛനുമായിട്ടായിരുന്നു അവൻ അധിക നേരവും ചിലവഴിച്ചിരുന്നത്. അങ്ങനൊരാള് അവന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോ അവന്റെ മനസ്സാകെ തകർന്നു പോയതായിരിക്കാം. അർജുൻ, എന്നോട് നിനക്ക് ഒരുപാട് ദേഷ്യമുണ്ടല്ലേ? എന്ത് ദേഷ്യം? നിന്നെ ഉപേക്ഷിച്ചിട്ട് രുദ്രനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതില്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് നീ എന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടാവുമല്ലേ? അത് താൻ മനസ്സിൽ തട്ടി പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. ഇയാൾ അങ്ങനെ പറഞ്ഞതിനും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനും ഉറപ്പായിട്ടൊരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. നീ സ്നേഹിച്ച പെൺകുട്ടിയെ നിനക്ക് കിട്ടില്ലെന്നറിഞ്ഞപ്പോ നീ ഒരുപാട് വിഷമിച്ച് കാണുമല്ലോ അർജുൻ. എന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലൊരു വേദനയായിരുന്നു എനിക്ക്. സ്നേഹിച്ച ആള് വേണ്ടാന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിർബന്ധം പിടിക്കുന്നത് യഥാർത്ഥ സ്നേഹമാവില്ലല്ലോ ഭവാനി. അവരുടെ തീരുമാനങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് മാത്രം ഞാൻ എത്ര വേദനിച്ചാലും തന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നെ നീ ഒരുപാട് സമാധാനിപ്പിച്ചു. പക്ഷെ നിന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല അർജുൻ. എന്റെ അപ്പോഴത്തെ അവസ്ഥയില് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ സാധിച്ചുള്ളൂ അർജുൻ.